നമ്മുടെ പിന്നീടും വളരെ സോഫ്റ്റായിട്ടൊരു പടം വന്നത്, കമേഴ്ഷ്യലി ഇപ്പം സക്സസ് ആയില്ല. അനുരാഗിണി ഇതായ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഒരു കുട കീഴിൽ എന്ന് പറയുന്ന സിനിമയിലായിരുന്നു. ആ സിനിമ ഒട്ടും ഹിറ്റായില്ല, പക്ഷേ ആ സിനിമയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഈ പാട്ട് മാത്രമാണ്. അതെ, അല്ല നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പടാ. പക്ഷെ ചിലർ ടൈപ്ഡായി പോവില്ല. പിന്നെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ ജോഷിയിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ല, ഈ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഇപ്പോൾ ജോൺസന്റെ ഒരു പാട്ട് പാടാൻ എനിക്ക് ആദ്യം പാടുന്ന പാട്ട് ചിലപ്പോൾ അനുരാഗിണിയായിരിക്കും. നിങ്ങൾ എന്നെ കളിയാറില്ല. ഇതൊന്ന് ഒരേ കാര്യം 3 പാട്ടുണ്ടാക്കി. പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ, രാവിൽ നീലക്കലികയിൽ ഏകദീപം പാതിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ. ഈ 2 പാട്ടും വന്നു കഴിഞ്ഞ് ഈ 2 പാട്ടും പോപ്പുലറായി. ഒരു സ്കെയിൽ ഒരു ഇതാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു തളത്തിൽ ഒരു സ്കെയില് എല്ലാ മ്യൂസിക് ഡയറക്ടറും പാട്ടുകൾ പാടാം. അല്ല, ഈ രാഗത്തിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു ആസ് എ പ്രൊഫഷണൽ ഇപ്പോൾ എല്ലാവരും വെറൈറ്റി അല്ലെങ്കിൽ പുതിയ ട്രെൻഡ് ശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഐ എം എ സ്പോണ്ടേനിയസ് മാൻ. അപ്പോൾ എനിക്ക് ഒരു 2-3 വട്ടത്തിൽ കൂടുതൽ ട്രൈ ചെയ്യാനുള്ള ഒന്നാമത് പേഷ്യൻസ് ഇല്ല. പിന്നെ എനിക്ക് ഐ വിൽ ഗെറ്റ് ഇറിറ്റേറ്റഡ്. പിന്നെ ചില അണ്ണന്മാർ ഈ തലച്ചോറിൽ കോരിട്ടിളക്കണ ഞാൻ ഈ പരിപാടി വരുമ്പോൾ ഞാൻ എണീറ്റു. അല്ല, 2-3 വന്നിരിക്കണം. സിറ്റുവേഷൻ കേട്ട് നമുക്ക് പെട്ടെന്ന് 2-3 അറ്റംപ്റ്റിൽ വന്നിരിക്കണം. അതിൽ കൂടുതലായി പിന്നെ അല്ലെങ്കിൽ നന്ന് ക്ലോസ് ചെയ്തിട്ട് വി വിൽ ട്രൈ അഗൈൻ, പിന്നെ ഫ്രഷ് ആയിട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്കെയിലിൽ ഒരു താളത്തിൽ ഒരു പാട്ടേ ചെയ്യാവുന്നെങ്കിൽ ആൾ ജന്മത്തിലധികം പാട്ടുകൾ ചെയ്യേണ്ടി വരില്ല. അല്ല, ഈ താളത്തിൽ ഈ സ്കെയിലിൽ ചെയ്തിട്ട് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. എല്ലാ പാട്ടും വളരെ ഫേവറേറ്റ് ആകുന്നത് മോഹനും. എത്രയോ പാട്ടുണ്ട്.